ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. കർത്താവിന്റെ കൃപയിലും സാന്നിധ്യത്തിലും നിങ്ങൾ വളരുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഈ മണിക്കൂറുകളിൽ ദൈവം തന്നെ നമ്മോട് സംസാരിക്കട്ടെ. വചനത്തിന് മുൻപിൽ വീണ്ടും ഒന്നിച്ചു കൂടുവാൻ അവസരം നൽകിയ കർത്താവിന് നമുക്ക് നന്ദി പറയാം. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കുകയാണ്. 119 സങ്കീർത്തനം 111 തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ സങ്കീർത്തകൻ തന്റെ പ്രത്യാശയും വിശ്വാസവും ഏറ്റുപറയുകയാണ്. കർത്താവേ, അവിടുത്തെ കൽപ്പനകളാണ് എന്നേക്കും എന്റെ ഓഹരി, അത് എന്റെ ഹൃദയത്തിന് ആനന്ദമാണ്. കർത്താവേ, അവിടുത്തെ വാക്കുകളാണ് എന്നേക്കും എന്റെ ഓഹരി, അവ എന്റെ ഹൃദയത്തിന്, എന്റെ ജീവിതത്തിന് വലിയ ആനന്ദമാണ്. കർത്താവിന്റെ വചനത്തിൽ പൂർണ്ണമായും ആനന്ദം കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. ദൈവവചനത്തിന്റെ സൗന്ദര്യവും ശക്തിയും ദൈവമക്കളായ നമ്മൾ തിരിച്ചറിയണം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അഭിഷേകമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. ഏറൊരുക്കമുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന്റെ മഹിമയാർന്ന സാന്നിധ്യത്തിന്റെ തണലിൽ ആയിരുന്നുകൊണ്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ആലോചനകൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ വചനപ്രകാരം പണിയപ്പെടുവാൻ, ദൈവരാജ്യത്തിനായി, തിരുസഭയ്ക്കായി, ക്രിസ്തുവിന്റെ സുവിശേഷത്തിനായി നമ്മുടെ ജീവിതങ്ങൾ പണിയപ്പെടുവാനായി നമുക്ക് പരിശുദ്ധാത്മാവിനെ അനുവദിക്കാം. നമ്മൾ പാടുന്നുണ്ട്, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ തണലിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ അവിടുത്തെ അഭിഷിക്ത കരം വെച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതലായി അഭിഷേകം ചെയ്ത് അവിടുത്തെ ഉദ്ദേശ നിർവഹണത്തിനായി പ്രയോജനപ്പെടുത്തണമേ. സകല വിശുദ്ധരെ പരിശുദ്ധമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. ഏറെ സന്തോഷത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം 12 അധ്യായം 1 തിരുവചനത്തിലൂടെ റോമായിലെ വിശ്വാസികളോട് സെന്റ് പോൾ പറയുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലൂടെ ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മുടെ ജീവിതങ്ങളോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി നിങ്ങൾ സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അവിടെ വചനം നമ്മോട് പറയുകയാണ്, ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം? ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സമ്പന്നത എന്നാണ്. ഇന്ന് അനേകം ദൈവമക്കളും ദൈവം അവരോട് കാണിച്ച കാരുണ്യം എന്ന് പറയുന്നത് ഭൗതികമായി അവരുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സാഹചര്യങ്ങളിൽ കർത്താവ് നൽകിയ നന്മകളും അവന്റെ ഉപകാരങ്ങളുമാണ്. ഇത് ദൈവത്തിന്റെ കരുണയല്ല എന്ന് പറയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം കൃത്യമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം എന്ന് പറയുന്നത് നമുക്ക് മനോഹരമായ വീട് തന്നതോ, ആരോഗ്യമുള്ള ഈ ശരീരം തന്നതോ, ബുദ്ധി സാമർഥ്യമുള്ള ചുറുചുറുക്കുള്ള മക്കളെ തന്നതോ, ബിസിനസ്സിൽ നൽകിയ ഉയർച്ചയോ, മാന്യമായി നമുക്ക് ലഭിച്ച ജോലിയോ, അല്ലെങ്കിൽ നമ്മുടെ മകന് ലഭിച്ച വിസയോ, പഠനത്തിലുള്ള വിജയമോ, സുന്ദരമായ കാറോ, ഇതൊന്നുമല്ല. ഇന്ന് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഉണ്ടാകേണ്ട തൊട്ട് വാക്കുകൊണ്ട് സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച വലിയവനായ ദൈവം അത് ഈ സോളാർ സിസ്റ്റത്തെയും ലക്ഷക്കണക്കിന് മിൽക്കി വേയെയും അത് ഗാലക്സിയെയും ഈ യൂണിവേഴ്സിന് മുഴുവൻ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച ദൈവത്തിന് വീടും കാറും ആരോഗ്യവും സമ്പത്തും ബിസിനസ്സും മാന്യമായ ജോലിയും ഒക്കെ തരിക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്.
എന്നാൽ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന്റെ സമ്പന്നത നമ്മൾ തിരിച്ചറിയണമെങ്കിൽ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കണം. എന്താണ് ദൈവം കാണിച്ച കാരുണ്യം? പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 12-13 തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് പറ്റും. അവിടെ വചനം പറയുകയാണ്, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാൻ എന്നുള്ള അവകാശത്തിന് നമ്മളെ യോഗ്യരാക്കിയ പിതാവായ ദൈവത്തിന് നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുവാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ ദൈവം. നമ്മളിന്ന് ചിന്തിച്ചു നോക്കിയേ, പാപത്തിന്റെ പടുകുഴിയിൽ, ലോകത്തിന്റെ സകലവിധ മ്ലേച്ഛതയിലും, അത് നിത്യനാശത്തിൽ അമർന്നുപോയ നമ്മുടെ ജീവിതങ്ങളെ, നിത്യനാശത്തിലും മരണത്തിലും വിധിക്കപ്പെട്ട നമ്മുടെ ജീവിതങ്ങള്, എന്നാൽ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ, അവന്റെ കാൽവരിയിൽ കുരിശിലെ മരണത്തിലൂടെ ദൈവം നമ്മോടുള്ള സ്നേഹവും അവന്റെ കാരുണ്യവും നമുക്കായി വെളിപ്പെടുത്തി. ഇവിടെ വചനം പറയുകയാണ്, പ്രകാശത്തിൽ വിശുദ്ധരോടുകൂടെ പങ്കുചേരുവാനുള്ള അവകാശം എന്നേക്കുമായി ദൈവം നമുക്ക് നൽകുകയാണ്. ഇനി നമ്മൾക്ക് നിത്യനാശത്തിന്, നിത്യമായ മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല, അവകാശമില്ല. കാരണം ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ കറയില്ലാത്ത രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും മുദ്ര ചെയ്യപ്പെടുകയും ചെയ്യപ്പെട്ടവരാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ എല്ലാവരും പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ, അവന്റെ കാരുണ്യത്തെ അവൻ എന്നേക്കുമായി പ്രകടമാക്കി. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കർത്താവിന്റെ കാൽവരിയിലെ കുരിശിലോട്ട് നമ്മൾ നോക്കണം. യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ കുരിശിലാണ് ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന്റെ സമ്പന്നതയും മഹത്വവും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയാ, ഈ കാരുണ്യത്തെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാ, ഈ കാരുണ്യത്തെ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാ. ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന്റെ ശ്രേഷ്ഠത ഒരു വെളിപാടായി നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, കർത്താവിനെ ആരാധിക്കാതിരിക്കാൻ പറ്റില്ല, അവന്റെ മുൻപിൽ വിശുദ്ധിയോട് ജീവിക്കാതിരിക്കാൻ പറ്റുകയില്ല, മനം തുറന്ന് അവനെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റുകയില്ല. ഇന്ന് അനേകര് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നുവെങ്കിൽ, എന്ത് വില കൊടുത്തും കർത്താവ് പറയുന്ന വാക്കുകളെ അനുസരിക്കുന്നുവെങ്കിൽ അതിന് കാരണമുണ്ട്. ദൈവം അവരോട് കാണിച്ച കാരുണ്യത്തിന്റെ സമ്പന്നത ഒരു വെളിപാടായി പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ദൈവം നമ്മോട് കാണിച്ച ഈ കാരുണ്യത്തിന് പകരം കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത്? ഇന്ന് അനേകരുടെ ഒരു ധാരണ, ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് പകരം കൊടുക്കാൻ എന്തെങ്കിലും വസ്തുവകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പകരമാകുന്ന. മറ്റു ചിലരുടെ ധാരണ, ദശാംശം കൊടുത്താൽ അത് ദൈവം കാണിച്ച കാരുണ്യത്തിന് പകരമാകുന്ന, അല്ലെങ്കിൽ സമ്പത്ത് കൊടുത്താൽ, അതിൽ ഏതെങ്കിലും വസ്തുവകൾ കൊടുത്താൽ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, സമ്പത്തോ വസ്തുവകകളോ ഈ ദശാംശമോ ഇതൊന്നും നൽകിയാൽ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് പകരമാവുകയില്ല. കാരണം ഇതൊക്കെ ദൈവം തന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പറയുന്നുണ്ട്, ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം അവിടെ 29-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ദാവീദ് വിളിച്ചു പറയാ. എന്താണ് ദാവീദ് പറയുന്നത്? ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി ദൈവത്തിന് ജനം നേർച്ച കാഴ്ചകൾ കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് മുൻപിൽ ദാവീദ് വിളിച്ചു പറയുകയാണ്, അങ്ങേക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എന്റെ ജനവും ആരാണ്? സമസ്തവും ദൈവമേ അങ്ങയിൽ നിന്ന് വരുന്നു, അങ്ങയുടേതിൽ നിന്നാണ് ഞങ്ങൾ അങ്ങേക്ക് നൽകിയത്. അപ്പോൾ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് പകരമായി സമ്പത്ത് കൊടുക്കാം എന്ന് വെച്ചാൽ, ഈ സമ്പത്ത് ആര് തന്നതാ? ദൈവം തന്നതല്ലേ? ഇനി ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് പകരമായി നമ്മുടെ സമയം ദൈവത്തിന് കൊടുക്കാമെന്ന് വെച്ചാൽ സമയം ആര്? ദൈവം തന്നതല്ലേ?
നമ്മുടെ ആരോഗ്യം കൊടുക്കാമെന്ന് വെച്ചാൽ ഈ ആരോഗ്യം ദൈവം തന്നതാ, സകലതും ദൈവം തന്നതാ. അപ്പൊ പൗലോസ് പറയാണ്, നമുക്ക് അല്പമായിട്ടെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യമാണ്. അതെന്താണ്? നമ്മുടെ ജീവിതങ്ങളെ ഒരു വിശുദ്ധ ബലിയായി, ഒരു വിശുദ്ധ യാഗമായി നമ്മൾ കർത്താവിനെ സമർപ്പിക്കുക. ഹല്ലേലൂയ! ഇതാണ് അല്പമായിട്ടെങ്കിലും എനിക്കും നിങ്ങൾക്കും ചെയ്യുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കാരുണ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ, തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓണർഷിപ്പ്, നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം നമ്മൾ യേശു ക്രിസ്തുവിനായിട്ട് നൽകും. നമ്മുടെ ജീവിതത്തിന് മുഴുവൻ മേഖലകളിലും പിന്നെ യേശു കർത്താവായി മാറുകയാ, യേശു രാജാവായി മാറുകയാ. നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം നമ്മൾ യേശുവിന് നൽകണം. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിൽ യേശുവാണോ കർത്താവായി മാറിയിരിക്കുന്നത്? നമ്മൾ പരിശോധിക്കണം. എന്റെ ജീവിതത്തിന് മുഴുവൻ കർത്തൃത്വം ഇന്ന് യേശുവിനാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ കോളേജ് ജീവിതത്തിൽ യേശുവാണോ എന്റെ കർത്താവ്? സ്കൂൾ ജീവിതത്തിൽ യേശു ക്രിസ്തുവാണോ എന്റെ കർത്താവ്? ഞാൻ എന്റെ ബിസിനസ് വ്യാപാരങ്ങളിൽ യേശുവാണോ എന്റെ കർത്താവ്? അങ്ങനെയാണെങ്കിൽ രണ്ട് കണക്കെഴുതാൻ പറ്റില്ല. പിന്നെ നമുക്ക് രണ്ട് കണക്കെഴുതാൻ പറ്റില്ല. ടാക്സ് വെട്ടിക്കാൻ പറ്റില്ല. ബിസിനസ്സിൽ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. ബിസിനസ് ജീവിതത്തിൽ യേശു ക്രിസ്തുവാണ് നിന്റെ കർത്താവ്. നമ്മുടെ ജോലി മേഖലകളിൽ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന തലങ്ങളിൽ യേശുവാണോ നമ്മുടെ കർത്താവ്? എങ്കിൽ ജോലിയിൽ നമ്മൾ വിശ്വസ്തയോടെ വ്യാപരിക്കും. ദൈവഹിതത്തിൽ നമ്മൾ അവിടെ നിലകൊള്ളും. പ്രിയമുള്ളവരെ, സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴും അവിടെയും യേശു എന്റെ കർത്താവായി മാറണം. ബസ് നോക്കിക്കൊണ്ട് ബസ് സ്റ്റാൻഡിൽ ഞാൻ കാത്തു നിൽക്കുമ്പോഴും യേശു എന്റെ കർത്താവായി മാറണം. അയൽപ്പക്കക്കാരോടുള്ള എന്റെ ഇടപാടുകളിൽ യേശു എന്റെ കർത്താവായി മാറണം. എന്റെ ജീവിതത്തിന് മുഴുവൻ മേഖലകളിലുള്ള കർത്തൃത്വം ഞാൻ യേശുവിന് നൽകുമ്പോഴാണ് ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് അല്പമായിട്ടെങ്കിലും പകരം വെക്കുവാൻ നമുക്കൊക്കെ സാധ്യമാകുന്നത്. ഹല്ലേലൂയ! ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ നോക്കി പരിശുദ്ധാത്മ വിളിച്ചു പറയുക, നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ജീവിതത്തിന് മുഴുവൻ മേഖലകളിലും യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഏറ്റുപറയാൻ പറ്റും? പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അവിടെ 3-ാം തിരുവചനത്തിൽ പൗലോസ് ലീഗ പറയുന്നുണ്ട്, യേശുവിനെ കർത്താവായി ഏറ്റുപറയാൻ സാധിക്കണമെങ്കിൽ ദൈവാത്മാവ് മുഖേനയല്ലാതെ സാധ്യമല്ല എന്ന്. ഞാൻ ആദ്യമൊക്കെ ഈ വചനം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്താ ഈ പറയണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. യേശുവിനെ കർത്താവായി ഏറ്റുപറയാൻ എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? യേശുവിനെ കർത്താവായി ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമുണ്ടോ? യേശു കർത്താവാണെന്ന് ആർക്കും ഏറ്റുപറഞ്ഞൂടെ എന്നൊരു ധാരണയായിരുന്നു എന്റെ ഉള്ളില്. പിന്നീട് കർത്താവ് വചനം പഠിപ്പിച്ചപ്പോഴാണ് അതിനർത്ഥം മനസ്സിലായത്. യേശുവിനെ കർത്താവായി ഏറ്റുപറയണമെങ്കിൽ, യേശുവിനെ കർത്താവായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കാൻ പറ്റണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കർത്തൃത്വം നമ്മൾ അവന് കൊടുക്കണം. ഒരു സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനെ വിശുദ്ധമായി മാറണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതം കർത്താവിനെ പരിശുദ്ധമായിരിക്കട്ടെ, കാരണം ദൈവം നിങ്ങളോട് കാണിച്ച കാരുണ്യം നിങ്ങൾ ഓർക്കുക. നമ്മുടെ ജീവിതം ഇന്ന് കർത്താവിന് പരിശുദ്ധമായി. അതെ, നമ്മുടെ കുടുംബം കർത്താവിന് പരിശുദ്ധമായി. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മൊബൈൽ കർത്താവിന് പരിശുദ്ധമാകണം. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കാർ കർത്താവിന് പരിശുദ്ധമാകണം. അങ്ങനെയാണെങ്കിൽ പിന്നെ കാറും ഡ്രൈവ് ചെയ്ത് ബാറിലോട്ട് പോകാൻ പറ്റില്ല, കള്ളു കുടിക്കാൻ പറ്റില്ല. ഞാൻ ഓടിക്കുന്ന ബൈക്ക് കർത്താവിന് പരിശുദ്ധമാകണം. എന്റെ കണ്ണുകൾ, എന്റെ കാതുകൾ, എന്റെ അധരം, എന്റെ പാദങ്ങളെല്ലാം കർത്താവിന് പരിശുദ്ധമാകണം. ഇവിടെയെല്ലാം യേശുവിന്റെ കർത്തൃത്വം വരണം. അതാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു പറയുന്നത്. അതുകൊണ്ട് ജോബ് പറഞ്ഞത്, ഞാൻ എന്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അശുദ്ധമായി ഒരു കന്യകയെ നോക്കുക? എന്റെ കണ്ണുകളുടെ മേലുള്ള കർത്തൃത്വം കർത്താവിനായിരിക്കണം. എന്റെ കൈകളുടെ മേലുള്ള കർത്തൃത്വം യേശു ക്രിസ്തുവിനായിരിക്കണം. അപ്പൊ ഈ കൈകൾ എനിക്ക് തോന്നിയതുപോലെ, എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്റെ കാതുകളുടെ, അധരങ്ങളുടെ കർത്തൃത്വം യേശുവിനായിരിക്കണം.
എനിക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടത് കേൾക്കുവാനോ എനിക്ക് താല്പര്യമുള്ളത് പിന്നെ പറയുവാനോ പറ്റുകയില്ല. എന്റെ കാതുകളിൽ, എന്റെ അധരങ്ങളിൽ, എന്റെ കണ്ണുകളിൽ, എന്റെ കൈകളിൽ, എന്റെ പാദങ്ങളിലെല്ലാം യേശു കർത്താവായി മാറണം. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് അല്പമായിട്ടെങ്കിലും നമുക്ക് നൽകുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിനായി ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പൗലോസ്ലീഹ പറയുന്നു, റോമാക്കാർക്ക് ലേഖനം 6-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ, നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ വീണ്ടും അപ്പോസ്തലൻ ഉറപ്പിക്കുകയാണ്. നിങ്ങൾ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിനായി സമർപ്പിക്കുവിൻ. കർത്താവിനായി നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കുവാൻ ഈ വിശുദ്ധ വചനത്തിലുള്ള അപ്പോസ്തലൻ ആവശ്യപ്പെടുകയാണ്. ലേവ്യ പുസ്തകത്തിൽ നമുക്കിത് കാണാൻ പറ്റും. 27-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. അവിടെ വചനം പറയുകയാണ്, സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും വിശുദ്ധമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ബലിയർപ്പിക്കുവാൻ ബലിവർഗവുമായി ബലിപീഠത്തിലേക്ക് വന്നു കഴിഞ്ഞ് ആ ബലിപീഠത്തിൽ ഈ ബലിവസ്തുവിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബലിവസ്തുവിന്റെ മേലുള്ള അവകാശം ദൈവത്തിനാണ്. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ യേശുക്രിസ്തുവിനായി സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന് മുഴുവൻ കർത്തൃത്വം നമ്മൾ കർത്താവിനായി നൽകുമ്പോൾ, പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശം നമുക്കല്ല, യേശുക്രിസ്തുവിനാണ്. പൗലോസ് അപ്പോസ്തലൻ വീണ്ടും നമ്മോട് പറയാ, തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഈ വചനം എന്താ നമ്മോട് ആവശ്യപ്പെടുന്നത്? ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ യേശുക്രിസ്തുവിനായി നിലകൊള്ളണം. എവിടെയും കർത്താവിന്റെ വിശുദ്ധിയെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും യേശുവിനെ കർത്താവായി നമ്മൾ പ്രഖ്യാപിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ 2 സമയത്ത് മാത്രം നമ്മൾ ക്രിസ്തുവിനായി നിലകൊണ്ടാൽ മതി, ക്രിസ്തുവിനായി ജീവിച്ചാൽ മതി. ദൈവത്തിന്റെ വചനം ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. 2 സമയത്ത് മാത്രം നമ്മൾ യേശു ക്രിസ്തുവിനായി നിലകൊള്ളുക. ബാക്കി സമയങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. നമുക്ക് വേണ്ടി ജീവിക്കാം, മക്കൾക്ക് വേണ്ടി ജീവിക്കാം, ഈ ലോകത്തിന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. എന്നാൽ 2 സമയത്ത് മാത്രം നമ്മൾ ക്രിസ്തുവിനായി നിലകൊള്ളണം. ഏതൊക്കെയാണ് 2 സമയങ്ങൾ? വചനം പറയുന്നു, ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. 1-ാമത്തെ സമയം നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, 2-ാമത്തെ സമയം നമ്മൾ ഉണർന്നുകൊണ്ടിരിക്കുമ്പോൾ. പ്രിയമുള്ളവരെ, ഈ 2 സമയത്തും കൃത്യമായി നമ്മൾ കർത്താവിനായി നിലകൊള്ളണം, നമ്മൾ ദൈവത്തിനായി ജീവിക്കണം. ബാക്കി സമയങ്ങളിലൊക്കെ നമുക്കായിട്ട് ജീവിക്കാം. ചിലരിത് ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ വചനത്തിന്റെ അർത്ഥം? എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്, നമ്മൾ യേശുവിനുള്ളവരാണ്. ഈ വലിയ തിരിച്ചറിവോടെ ഒരു വിശുദ്ധ യാഗമായി, ഒരു വിശുദ്ധ ബലിയായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം. യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. അവിടെയാണ് അവൻ നമ്മോട് കാണിച്ച കാരുണ്യത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കുക. എന്റെ ജീവിതത്തിന് മുഴുവൻ മേഖലകളിലും യേശു ക്രിസ്തുവിനെ ഞാൻ കർത്താവായി സ്വീകരിക്കുന്നു. എന്റെ കുടുംബത്തിൽ, തൊഴിൽ മേഖലകളിൽ, പഠന മേഖലയിൽ, ബിസിനസ് സംരംഭങ്ങളിൽ, എന്റെ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലും, എന്തിന് ആത്മീയ ശുശ്രൂഷകളിൽ വരെ യേശുവിനെ ഞാൻ കർത്താവായി സ്വീകരിക്കുന്നു. ഈ ഒരു തീരുമാനത്തോടെ തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഏറൊരുക്കമുള്ള ഹൃദയത്തോടെ കർത്താവ് പകരുന്ന അഭിഷേകത്തെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. ശ്രദ്ധിക്കുക, സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും പരിശുദ്ധമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് അല്പമായിട്ടെങ്കിലും നമുക്ക് പകരം കൊടുക്കുവാൻ ഇതാ നമ്മുടെ കയ്യിലുള്ളത്. പ്രാർത്ഥനാപൂർവം തുറന്നു വരുന്ന ശുശ്രൂഷകളിൽ ഏറൊരുക്കത്തോടെ പങ്കുകൊള്ളാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
സ്വർഗരാജ നിത്യപുരോഹിതനേ, രക്തം ചൊരിഞ്ഞ് ജീവൻ വെടിഞ്ഞ ലോകത്തിൻ പൊൻദീപമേ, വിശുദ്ധിയിൽ മഹത്വപൂർണനായ കർത്താവിന്റെ മുൻപിൽ ഏറെ ആനന്ദത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാം. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുകയായിരുന്നു. ദൈവത്തിന്റെ വലിയ കാരുണ്യത്തെക്കുറിച്ച് അവൻ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കി തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയ ആ വലിയ വീണ്ടെടുപ്പും രക്ഷയുമാണ്. കർത്താവ് നമ്മളോട് കാണിച്ച കാരുണ്യത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിശുദ്ധമായ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ഏറെ വിശുദ്ധിയോടെ കർത്താവിനെ ഏൽപ്പിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് അല്പമായിട്ടെങ്കിലും നമുക്ക് പകരം കൊടുക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും പരിശുദ്ധ യാഗമായി വിശുദ്ധ ബലിയായി കർത്താവിനെ സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ പിശാച് വിതച്ചിരിക്കുന്ന സകല അശുദ്ധിയുടെ കളകളും യേശുവിന്റെ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ യോഗ്യതയാൽ കത്തി ചാമ്പലാകുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ദിവ്യകാരുണ്യ നാഥന്റെ മുൻപിൽ യാചനാപൂർവ്വം നമുക്ക് നീട്ടിപ്പിടിക്കാം. ഇതായി ആരാധന ശുശ്രൂഷയുടെ സമയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ അഭിഷിക്ത കരങ്ങൾ അവൻ നീട്ടിയിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായും നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങളായിരിക്കുന്ന തലങ്ങളിൽ ഇപ്പോൾ കരങ്ങൾ കർത്താവിന്റെ മുൻപിലേക്ക് യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ച് ഈ സമർപ്പണത്തിന്റെ നിമിഷങ്ങളിൽ കർത്താവിന്റെ അഭിഷേകം വ്യാപരിക്കുകയാണ്. വചനം പറയുന്നു, സമർപ്പിത വസ്തുക്കൾ കർത്താവിന് ഏറ്റവും പരിശുദ്ധമാണ്. ഇരുകരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി ഈ ഒരു അഭിഷേകം നമ്മിൽ വെളിപ്പെടുവാൻ, ഈ അഭിഷേകത്തിന് അഗ്നി നമ്മളിൽ കത്തിപ്പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച് യേശുവിനെ വിളിച്ച് വിശ്വാസത്തോടെ വിളിച്ച്, യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ, അഗ്നിയുടെ അഭിഷേകത്താൽ, വിശുദ്ധിയുടെ അഭിഷേകത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കർത്താവേ ശക്തി പകരണമേ, ശക്തി പകരണമേ, ശക്തി പകരണമേ. ഹല്ലേലൂയ.